സമയങ്ങളിൽ എന്നും ചൂടുള്ള ചർച്ചാ വിഷയം സ്ഥാനാർത്ഥികളും അവരുടെ ആസ്തി കണക്കുകളുമാണ്. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ആസ്തി വിവര കണക്കുകൾ എന്താണ്? എത്ര രൂപയാണ് മോദിയുടെ പക്കലുള്ളത്? പ്രധാനമന്ത്രിക്ക് കോടിക്കണക്കിന് ആസ്തിയോ? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഇക്കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ സമർപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം അനുസരിച്ച് അദ്ദേഹത്തിന് ആസ്തി 3 കോടിയിലധികം വരും. ഇതിൽ ഭൂരിഭാഗവും ബാങ്ക് സ്ഥിര നിക്ഷേപത്തിലാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നരേന്ദ്രമോദി പത്രിക സമർപ്പിച്ചത്. ഇതോടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എത്ര രൂപയുടെ ആസ്തിയുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നരേന്ദ്രമോദിക്ക് 3 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നും എന്നാൽ സ്വന്തമായി ഭൂമിയോ വീടോ കാറോ ഇല്ലെന്നും തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പറയുന്നു. സമ്പാദ്യത്തിൽ 2,85,60,338 കോടി രൂപ SBIയിലെ സ്ഥിര നിക്ഷേപമാണ്. ഗാന്ധിനഗറിലും വാരണാസിയിലുമായ 2 ബാങ്ക് അക്കൗണ്ടുകളിൽ 80,304 രൂപയുമുണ്ട്. കയ്യിലുള്ള ആകെ പണം 52,920 രൂപ. നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കേഷനിൽ 9.12 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. കൂടാതെ 2.68 ലക്ഷം രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരങ്ങളും സ്വന്തമായുണ്ട്. 2018-19 11.14 ലക്ഷം രൂപയായിരുന്നു മോദിയുടെ വരുമാനം. 2022-23 23.56 ലക്ഷമായി ഉയർന്നു. 1978 ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും 1983 ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയതായി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. വ്യക്തിഗത വിവരങ്ങളിൽ ഭാര്യ യശോദ ബെന്നിന്റെ പേരുണ്ടെങ്കിലും മറ്റു വിവരങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത്. ആശ്രിതർ ആരുമില്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. ജൂൺ 1 വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി രാവിലെ ഗംഗാതീരത്തെ ദശാശ്വമേധ ഘട്ടിലും കാലഭൈരവ ക്ഷേത്രത്തിനും മോദി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ വായ്പ ഒന്നുമില്ല. സർക്കാരിൽ നിന്നുള്ള ശമ്പളവും ബാങ്കിൽ നിന്നുള്ള പലിശ തന്റെ വരുമാന സ്രോതസ്സുകളായി അദ്ദേഹം പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും നിലനിൽക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. 1967 ഗുജറാത്ത് ബോർഡിൽ നിന്ന് പ്രധാനമന്ത്രി SSLC പരീക്ഷ പാസ്സായി. എന്നാൽ ഭാര്യയുടെ വരുമാന സ്രോതസ് അറിയില്ല എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. വാരണാസി മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 3ാം വിജയം തേടി മോദി ചൊവ്വാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 2014-19 തിരഞ്ഞെടുപ്പുകളിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിൽ ഇക്കുറി നരേന്ദ്രമോദിക്ക് ജയമൊരുക്കാനുള്ള ശ്രമത്തിലാണ് BJP. കോൺഗ്രസിന്റെ അജയ് റായിയാണ് മുഖ്യ എതിരാളി. 3ാം തവണയാണ് അജയ് റായ് വാരണാസിയിൽ നരേന്ദ്രമോദിയെ നേരിടുന്നത്. 2019 6,74,664 വോട്ടിന്റെയും 2014 3 ലക്ഷത്തിൽ പരം വോട്ടിന്റെയും ഭൂരിപക്ഷത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. 2014 അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു പ്രധാന എതിരാളി. ഗണേശ്വർ ശാസ്ത്രി, ദ്രാവിഡ് ലാൽചന്ദ് കുശ്വാഹ, BJP ജില്ലാ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും ദളിത് നേതാവുമായ സഞ്ജയ് സോങ്കർ, സേവാപുരിയിൽ നിന്നുള്ള ബൈജ്നാഥ് പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഹർദീപ് സിംഗ് പുരി എന്നിവർക്ക് പുറമെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ, മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ, TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് പ്രഫുൽ പട്ടേൽ, ജനസേന പാർട്ടി അധ്യക്ഷൻ പവൻ കല്യാൺ, പട്ടാളി മക്കൾ കക്ഷി പ്രസിഡന്റ് ഡോക്ടർ അൻപുമണി രാംദാസ് എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.